മരിയൻ പ്രതിഷ്ഠാധ്യാനം 27-ാം ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, 33 ദിവസത്തെ മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ ആഴ്ച എല്ലാ ദിവസവും നാം ധ്യാനിക്കുന്നത് മിശിഹാ രഹസ്യമാണ്, ഈശോയെ പറ്റിയുള്ള ദൈവിക രഹസ്യങ്ങൾ. കാരണം മരിയൻ പ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മാതാവ് വഴി ഈശോ മിശിഹായ്ക്കുള്ള സമ്പൂർണ്ണ സമർപ്പണമാണിത്. അതുകൊണ്ട് ഈശോയെ ആഴത്തിൽ അറിയുകയും അനുഭവിക്കുകയും മരിയൻ പ്രതിഷ്ഠ ഫലപ്രദമാകുവാൻ അനിവാര്യമാണ്. 2010 സെപ്റ്റംബർ 18 ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ കത്തീഡ്രലിൽ ബെനഡിക്ട് 16 പാപ്പ നടത്തിയ പ്രസംഗമധ്യേ ആൽത്താരിൽ സ്ഥാപിതമായിരിക്കുന്ന കൂറ്റൻ ക്രൂശിതിരുവത്തിലേക്ക് നോക്കി പാപ്പ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം യേശുവിനെ അറിയുക എന്നതാണ്. 19-ാമത്തെ വയസ്സിൽ ദൈവശാസ്ത്ര പഠനം തുടങ്ങിയ അദ്ദേഹം അന്ന് മുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് ഈശോയെപ്പറ്റി സമഗ്രമായ അറിവ് നേടുക എന്നതിനായിരുന്നു. 95-ാം വയസ്സിൽ മരിക്കുമ്പോഴും അദ്ദേഹം മരിക്കും തൊട്ട് മുമ്പ് വരെയും ഈശോയെ പറ്റിയുള്ള അറിവ് നേടുന്നതിന് വേണ്ടി നിരന്തരം പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് തെളിവാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം യേശുവിനെ അറിയുകയാണ്. 71 വർഷത്തോളം 95 വയസ്സിലുള്ള ആയുസ്സിൽ 71 വർഷത്തോളം യേശുവിനറിയാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര സുന്ദരമായിരുന്നു, എത്ര ഭാഗ്യപൂർണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലെ ദാഹം യേശുവിനെ അറിയാൻ വേണ്ടിയുള്ളതാണ്. 5 ഭർത്താക്കന്മാരോടൊത്ത് ജീവിച്ച് അതിനുശേഷം ഭർത്താവല്ലാത്തൊരാളുമായി ജീവിക്കുന്ന അത്രയ്ക്കും തകർന്നു കഴിയുന്ന സമരിയാക്കാരി സ്ത്രീ പോലും പ്രതീക്ഷയുള്ളവളായിരുന്നു. അവൾ യോഹന്നാൻ സുവിശേഷം 4:25 തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവാണെന്ന് അറിയാതെ അവിടുത്തോട് പറയുന്നുണ്ട്, മിശിഹ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അവളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരും എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ഈശോ ഉടൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, നിന്നോട് സംസാരിക്കുന്ന ഈ ഞാൻ തന്നെയാണവൻ. അത് കേട്ട നിമിഷം ആ സ്ത്രീയുടെ ജീവിതം അടിമുടി മാറുന്നു. അവൾ അത്രയും കാലത്തെ തെറ്റായ ജീവിതം ആ നിമിഷം തിരുത്തുന്നു. തുടർന്നുള്ളവളുടെ ജീവിതം അതിസുന്ദരമായി തീരുന്നു. സമരിയ ദേശക്കാർക്ക് മുഴുവനും രക്ഷ കാണിച്ചു കൊടുക്കുന്നവളായി അവൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യാനികളെ ഒന്നടങ്കം കൊന്നൊടുക്കാൻ വീടാന്തരം കയറി ഇറങ്ങി ക്രൈസ്തവരെ കൈയോടെ പിടികൂടി ജയിലിലടയ്ക്കുന്നതിൽ മുൻകൈയെടുത്ത് നടത്തുന്ന ക്രൂരനായ സാവൂൾ എത്ര പെട്ടെന്നാണ് വിശുദ്ധ പൗലോസായിട്ട് മാറുന്നത്. ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനെപ്പറ്റി കിട്ടിയ ഒരു അറിവ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ച ആ യേശു ജ്ഞാനം പിന്നീട് അന്നറിയപ്പെടുന്ന മുന്നിൽ നിന്ന് ലോകം മുഴുവനും നടന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസുന്ദരമായി തീർന്നു. റഷ്യൻ സാഹിത്യകാരൻ ദസ്തയേവ്സ്കി പറഞ്ഞ എത്രയോ പ്രസക്തം, ക്രിസ്തു ഇല്ലെങ്കിൽ എല്ലാം ജുഗുപ്സാപകവും ദാസോചിതവും അത്രേ. നോബൽ പ്രൈസ് ഫ്രഞ്ച് നോബൽ പ്രൈസ് ജേതാവായ ഫ്രാങ്ക് മോറിയാക്ക് പറഞ്ഞു, യേശുക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് ദൈവം എന്ന വാക്ക് വെറും നിരർത്ഥകമായി പോകുമായിരുന്നു. വിവേകാനന്ദ സ്വാമി ലോകം കണ്ട മഹാജ്ഞാനികളൊരുവനാണ്. അദ്ദേഹം എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമായിരുന്നു. യേശുവിനെപ്പറ്റി അറിയുക അദ്ദേഹത്തിനൊരു വലിയ ആനന്ദമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ അദ്ദേഹം യേശു ക്രിസ്തുവുമായി അത്യഗാധമായ സ്നേഹബന്ധത്തിൽ വീണു പോവുക തന്നെ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ ആദരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടുത്തെ ദൈവമായി തന്നെ ആരാധിക്കണം. ക്രിസ്തുവിൻ്റെ മിഷണറിമാരെ നിങ്ങൾ ഈ ഇന്ത്യയിലേക്ക് 100 കണക്കിനായി വരണമേ. ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ഗ്രാമങ്ങളിലും
ക്രിസ്തു പ്രസംഗിക്കപ്പെടണം എങ്കിൽ മാത്രമേ ഈ രാജ്യം ധന്യമാകൂ എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് അദ്ദേഹം യേശു ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നാണ്. ബ്രഹ്മസമാജ നേതാവായ കേശവ ചന്ദ്രസൻ പറഞ്ഞ വാക്ക് എത്രയോ ഹൃദയസ്പർശി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്നെ പത്സിച്ചാലും ഹിംസിച്ചാലും ശരി, എൻ്റെ രക്തം തുള്ളിയായി ഊറ്റിയെടുത്താലും യേശുനാഥ, ഞാൻ അങ്ങയെ എന്നും സ്നേഹിക്കും. എൻ്റെ കരങ്ങൾ അങ്ങയെ ശുശ്രൂഷിക്കാനുള്ളതാണ്, എൻ്റെ പാദങ്ങൾ എനിക്ക് സേവനം ചെയ്യാനുള്ളതാണ്. എൻ്റെ ക്രിസ്തുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ മാണിക്യമേ, എൻ്റെ ആത്മാവിൻ്റെ ആഭരണമേ, ഈ തകർന്ന ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ അങ്ങയെ പൂജിക്കുന്നു. പൗലോസിൻ്റെ കൂടെ ഞാനും പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു നേതാവായ രാജാറാം മോഹൻ റായ് ഇങ്ങനെ പറഞ്ഞു, മതതത്വങ്ങളെ സംബന്ധിച്ച് ഞാൻ നടത്തിയ സുദീർഘവും നിരന്തരവുമായ ഗവേഷണങ്ങളിൽ നിന്ന് എനിക്കൊരു കാര്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടു. മറ്റേതൊരാളുടെയും പ്രബോധനങ്ങളെക്കാൾ മനുഷ്യൻ്റെ സാൻമാർഗിക ജീവിതത്തിന് ഏറ്റവും ഉപയുക്തം യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളാണ്. ചിന്തകനായ KP കേശവമേനോൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനെ പറ്റിയുള്ള പുസ്തകത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു, ജീവിതത്തിൻ്റെ അർത്ഥവും ഉദ്ദേശവും അറിയാനുള്ള മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കുന്ന പറ്റാത്ത ഉറവിടമാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അറിയുക എന്നത് നിധി കണ്ടെത്തുന്നതിന് തുല്യമാണെന്ന് ഈശോ തന്നെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-44 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരു മണ്ണിൽ ഒരു സ്ഥലത്ത് നിധി ഒളിഞ്ഞിരിക്കുന്നതായി കാണുന്ന ഒരാൾ ആ നിധി സ്വന്തമാക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വെക്കുന്നു. അതുപോലെ ആ സഭയിലെ എണ്ണമറ്റ വിശുദ്ധരുടെ ജീവിതം കാണിച്ചു തരുന്നത് ഇതാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ എല്ലാം വ്യക്തിപരമായ ജീവിതം സുന്ദരമാകുക മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ അവർ സുന്ദരമാക്കി മാറ്റി. ഇപ്പോൾ ബെനഡിക്റ്റിൻ്റെ വാക്കുകൾ അർത്ഥം വ്യാപ്തി ഇവിടെ മനസ്സിലാകുകയാണ്. യേശുവിനെ അറിയുകയാണ് ഏറ്റവും സുന്ദരമായ കാര്യം. യേശുവിനെ അറിഞ്ഞ വ്യക്തികളാണ് വിശുദ്ധർ. അവരുടെ തന്നെ സ്വന്തം ജീവിതം അതിസുന്ദരമായി മാറി. അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ മുഴുവനും അവർ സുന്ദരമാക്കി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെയുള്ള അനേക വിശുദ്ധർ അവർ ജീവിച്ച കാലത്ത് ലോകത്തിന് പ്രകാശമായി, ലോകത്തിന് പ്രത്യാശയായി തീർന്നു. യേശുവിനെ അറിയുക സുന്ദരമായ കാര്യം തന്നെ. ക്രിസ്തുവിനെ അറിയുക എന്ന് പ്രത്യേകമായൊരർത്ഥമുണ്ട്. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ ക്രൈസ്തവർക്ക് ഇങ്ങനെ എഴുതുകയാണ്, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. യേശുവിനെ അറിയുക എന്നത് അത്യഗാധമായ, ഒരിക്കലും മാറിപ്പോകാത്ത, മാറ്റം വരാത്ത ശാശ്വതമായ ഒരു വ്യക്തി സ്നേഹബന്ധമാണ്. ആ അറിവ്, യേശുവിനെ പറ്റിയുള്ള ഈ അറിവാണ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ക്രൈസ്തവമാക്കുന്നത്, യഥാർത്ഥ മനുഷ്യനാക്കുന്നത്. ഈശോയെ പറ്റിയുള്ള ഈ അറിവ് ഈശോയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും. മിഥുൻ പ്രതിഷ്ഠയുടെ ഈ അവസാനത്തെ ഒരുക്ക ദിവസങ്ങളിൽ ഈശോയെ പറ്റിയുള്ള ധ്യാനത്തിൽ നാം മുഴുകുമ്പോൾ ഈശോയെ അറിവ് മാത്രമല്ല നമുക്കുണ്ടാകുന്ന, ഈശോയെ നമ്മൾ അനുഭവിക്കും. ആ അറിവും അനുഭവവും ഈശോയെക്കുള്ള സ്നേഹിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കും. അത് യേശു നമ്മുടെ ജീവിതം പോലെ സമർപ്പിക്കുവാനും നമ്മളെ ശക്തരാക്കും. ഈ ചിന്തകളോടെ ഇന്നത്തെ ആമുഖത്തിലേക്ക് പ്രവേശിക്കാം. വിചിന്തനം. യേശു ക്രിസ്തു ദൈവം തന്നെ. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്ന് നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവൻ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ ആകുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാനാകുന്നു എന്ന പ്രയോഗം ദൈവമായ കർത്താവാണ് പുറപ്പാട് 3-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യം ഉപയോഗിച്ചതായി കാണുന്നത്. ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ദൗത്യം
മോശയ്ക്ക് ദൈവം നൽകവേ ആ ദൈവത്തിൻ്റെ പേരെന്ത് എന്ന് ജനം ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കണം എന്ന് മോശ ആരായുകയുണ്ടായി. ദൈവം നൽകിയ ഉത്തരം, ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നെന്ന് പറയണമെന്നാണ്. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയമെന്ന് എടുത്തു പറയുകയും ചെയ്തു. അതേ നാമധേയം ഞാനാകുന്നു യേശു ഉപയോഗിച്ചതിലൂടെ താൻ ദൈവമാണെന്ന് യേശു തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. യേശുവിൻ്റെ ദൈവത്വം ബൈബിളിൽ യേശുക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് വിശുദ്ധ ബൈബിൾ സ്പഷ്ടമായി പ്രഖ്യാപിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, യേശുക്രിസ്തു സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. യേശുവിൻ്റെ ദൈവത്വം വിശുദ്ധ പാരമ്പര്യത്തിൽ നിത്യാവിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നത്, യേശു പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനുമായ ഏക കർത്താവാണെന്നും അവിടുന്ന് ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയുമാകുന്നു എന്നുമാണ്. സീറോ മലബാർ കുർബാനക്രമത്തിൽ 4-ാം പ്രണാമജപത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് എല്ലാവർക്കും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. ലത്തീൻ കുർബാനക്രമത്തിൽ റോമൻ മിസാളിൽ സഭയെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. താൻ ദൈവമാണെന്ന് യേശു തന്നെ സ്വയം അവകാശപ്പെടുന്നുണ്ട്. അന്ത്യത്താഴത്തിൽ ഈശോ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. ഈ തിരുവചന ഭാഗത്ത് 2 തവണ യേശു പ്രഖ്യാപിക്കുന്നുണ്ട് അവിടുന്ന് കർത്താവാണ് എന്ന്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 455-ാം ഖണ്ഡിക കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എന്ന അഭിധാനം ദൈവിക പരമാധികാരം സൂചിപ്പിക്കുന്നു. യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുന്നത് അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. യേശു മനുഷ്യനായി അവതരിച്ച ദൈവം. യേശുക്രിസ്തു മനുഷ്യനായി തീർന്ന ദൈവമാണെന്ന് തിരുവചനം ഉറപ്പിച്ചു പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 വാക്യം 1-14. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഇതേപ്പറ്റി സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 479-ാം ഖണ്ഡികയിൽ, ദൈവനിശ്ചിതമായ സമയത്തിൽ പിതാവിൻ്റെ ഏകപുത്രനായ നിത്യവചനവും അവിടുത്തെ സത്തയുടെ പ്രതിച്ഛായയുമായവൻ മനുഷ്യനായി അവതരിച്ചു. സ്വന്തം ദൈവപ്രകൃതിക്ക് ഭംഗം വരാതെ അവിടുന്ന് മനുഷ്യപ്രകൃതി ആദാനം ചെയ്തു. യേശുക്രിസ്തുവിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ 2 സ്വഭാവങ്ങൾ അഥവാ പ്രകൃതികളുണ്ട്, 2 നേച്ചേഴ്സ്, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും. ഈ പ്രകൃതികൾ തമ്മിൽ കൂടിക്കലരാതെ ദൈവപുത്രൻ്റെ ഏക വ്യക്തിത്വത്തിൽ സംയോജിച്ചിരിക്കുന്നു. ഇത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 481-ാം ഖണ്ഡികയിലെ പ്രബോധനമാണ്. അതേ മതബോധന ഗ്രന്ഥം 482-ൽ ഇപ്രകാരം നാം വായിക്കുന്നു, ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാകയാൽ അവിടത്തേക്ക് ഒരു മാനുഷിക ബുദ്ധിയും മനസ്സുമുണ്ട്.
അവ ദൈവിക ബുദ്ധിക്കും ദൈവിക മനസ്സിനും പൂർണ്ണമായി അനുരൂപപ്പെട്ടതും വിധേയവുമായിരുന്നു. യേശു ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണെന്ന് തിരുസഭയുടെ മതബോധം 464 പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. ദൈവപുത്രൻ്റെ അതുല്യവും അദ്വിതീയവുമായ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം യേശു ക്രിസ്തു പകുതി ദൈവവും പകുതി മനുഷ്യനുമാകുന്നു എന്നല്ല. ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും കൂടി കുഴഞ്ഞ ഒരു മിശ്ര പ്രകൃതി ആണ് അവിടത്തേക്കുള്ളതെന്നും അർത്ഥമില്ല. യഥാർത്ഥ ദൈവമായിരിക്കെ തന്നെ അവിടുന്ന് യഥാർത്ഥ മനുഷ്യനായി. യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു. യേശുവിൻ്റെ മാനുഷിക പ്രവൃത്തികൾ ദൈവിക വ്യക്തിയുടേതാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് ഇതെല്ലാ പ്രവൃത്തികളും മാനുഷികമായ ചില പ്രവൃത്തികൾ ദൈവിക വ്യക്തിയുടെ പ്രവൃത്തികളാണ്. അത് മതബോധം 468 ഖണ്ഡികയിലാണ് പഠിപ്പിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ സമ്മേളിച്ച 5-ാം സാർവത്രിക സൂനദോസ് ഇപ്രകാരം പ്രഖ്യാപിച്ചു: ക്രിസ്തുവിൽ ഒരേ ഒരു ഉപസ്ഥിതി വ്യക്തി മാത്രമേ ഉള്ളൂ. അത് ത്രിത്വത്തിലൊരുവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനാൽ അവിടുത്തെ മനുഷ്യപ്രകൃതിയിലുള്ള എല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് സബ്ജക്റ്റ് ആയ അവിടുത്തെ ദൈവിക വ്യക്തിയിലാണ് ആരോപിക്കേണ്ടത്. അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല, അവിടുത്തെ പീഡാനുഭവവും മരണവും പോലും ദൈവിക വ്യക്തിയുടെ പ്രവൃത്തികളാണ്. യേശു ദൈവമാണെന്നുള്ള അറിവും വിശ്വാസവും ലോകത്തിൻ്റെ മേൽ ജയം നേടാൻ കാരണമാകുമെന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ വായിക്കാം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ലോകത്തെ ജയിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ലോകം അവനെയല്ല, പ്രസ്തുത അവൻ ലോകത്തെ കീഴടക്കും. യേശു സർവ്വ മനുഷ്യരുടെയും രക്ഷകനാണ്. യേശു ദൈവമാണ് എന്ന് പറയുന്നതിനർത്ഥം ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും രക്ഷകൻ യേശു ക്രിസ്തുവാണ് എന്നാണ്. അവിടുന്ന് ക്രൈസ്തവരുടെ മാത്രം ദൈവമാണെന്ന പരിമിത അർത്ഥത്തിലാണ് യേശു ദൈവമാണെന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 359-ാം ഖണ്ഡികയിൽ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും പറയുകയാണ്: യേശു സർവ്വ മനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. യേശു ദൈവപുത്രൻ. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ശിഷ്യന്മാരോട് യേശു ചോദിച്ചപ്പോൾ, നീ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പത്രോസ് പറഞ്ഞ മറുപടി യേശു അംഗീകരിച്ചുറപ്പിക്കുകയുണ്ടായി. നീ ദൈവപുത്രനാണോ എന്ന് ന്യായാധിപ സംഘം ചോദിച്ചപ്പോൾ ആണെന്ന് വ്യക്തമാക്കിയാൽ മരണശിക്ഷയ്ക്ക് ഉറപ്പുള്ള കാരണമാകുമെന്ന് അറിയാമായിരുന്നിട്ടും താൻ ദൈവപുത്രനാണെന്ന് യേശു ഉറപ്പിച്ച് പറഞ്ഞതായി മർക്കോസ് 14-62 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ദൈവപുത്രനാണെന്നുള്ള വസ്തുതയുടെ അസന്നിഗ്ധതയാണത് കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ പീഡനമുറകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ശതാധിപൻ തന്നെ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന് അവസാനം ഏറ്റുപറഞ്ഞതും യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യത വ്യക്തമാക്കുന്നു. ദൈവപുത്രൻ എന്ന അഭിധാനം യേശു ക്രിസ്തുവിന് തൻ്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുന്ന് പിതാവിൻ്റെ ഏകപുത്രനാകുന്നു. അവിടുന്ന് ദൈവം തന്നെയാകുന്നു. ക്രിസ്ത്യാനിയായിരിക്കാൻ ഒരുവൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. മതബോധം 454-ാമത്തെ ഈ ഖണ്ഡികയിൽ ദൈവപുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം യേശു ദൈവം തന്നെയാണ് എന്ന് തിരുസഭ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നു. പുത്രൻ എന്ന് കേൾക്കുമ്പോൾ പിതാവിനേക്കാൾ കുറച്ച് താഴെയുള്ളവനാണെന്നോ കുറഞ്ഞവനാണെന്നോ എന്ന ധ്വനി ചിലർക്ക് തോന്നിയേക്കാം. എന്നാൽ അത് ശരിയല്ല. ദൈവപുത്രൻ എന്ന വാക്ക് അവിടുന്ന് ദൈവം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാരണം പിതാവ ദൈവത്തോടുള്ള യേശുവിൻ്റെ അനന്യവുമായ സനാതനമായ ബന്ധം, ദൈവത്തിൻ്റെ തന്നെ പുത്രൻ, അതിനാൽ അവിടെ ദൈവം തന്നെയാണ് എന്നേറ്റ് പറയുകയാണ് ദൈവപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ. യേശുവിന് പിതാവായ ദൈവത്തോടുള്ള സമാനതയോ യേശുവിൻ്റെ ദൈവത്വമോ നിഷേധിക്കാൻ ദൈവപുത്രൻ എന്ന വാക്ക് അനുവദിക്കുന്നില്ല.
പ്രത്യേകത അത് യേശുവിൻ്റെ ദൈവത്വം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമായ പിതാവിൻ്റെ പുത്രൻ എന്ന നിലയ്ക്ക് യേശു ദൈവം തന്നെ എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് വ്യതിരിക്തനാണ് അവിടുന്ന് എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പിതാവിൽ നിന്ന് വ്യതിരിക്തനാണെങ്കിലും പിതാവിനെ പോലെ അവിടത്തേക്ക് തുല്യം യേശുവും ദൈവം തന്നെ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനതാത്മകത ദൈവത്തിൽ 3 ദൈവിക ആളുകളുണ്ട്, എന്നാൽ 3 ആളുകൾ ചേർന്ന് ഒരു ദൈവം മാത്രം. ത്രിത്വിക ദൈവത്തിലാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നതെന്ന് മതബോധനം 266 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നു. മരിയൻ പ്രതിഷ്ഠ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റുപറച്ചിൽ. പരിശുദ്ധ കന്യക മറിയം വഴി യേശുവിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നത് യേശു ദൈവം തന്നെയാണെന്ന വിശ്വാസത്തിൻ്റെ വ്യക്തമായ പ്രകാശനമാണ്. അവിടുന്ന് നമ്മുടെ ദൈവമാകയാൽ അവിടത്തേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുക ന്യായയുക്തവും അനിവാര്യവുമാണ്. യേശുവിനുള്ള ഈ സമ്പൂർണ്ണ സമർപ്പണം പരിശുദ്ധ മറിയത്തിലൂടെ ആകുന്നതും അതുപോലെ തന്നെ ഏറ്റവും അർത്ഥപൂർണവും ന്യായയുക്തവുമാണ്. കാരണം വേർതിരിക്കാനാവാത്ത വിധം യേശുവും മറിയവും തമ്മിൽ അത്ര ഗാഢമായ ബന്ധമാണുള്ളത്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയഭക്തി എന്ന ഗ്രന്ഥത്തിൽ 61 ഖണ്ഡികയിൽ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കാം. സത്യദൈവവും സത്യമനുഷ്യനുമായ നമ്മുടെ രക്ഷകനായ ക്രിസ്തു ആണ് സകല ഭക്തകൃത്യങ്ങളുടെയും പരമാന്ത്യം. ഈ അന്ത്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സകലതും അബദ്ധജടിലവും അസത്യപൂർണവുമാണ്. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും ആൽഫയും ഒമേഗയും അഥവാ ആദിയും അന്തവും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ എല്ലാവരെയും പരിപൂർണരാക്കാനാണല്ലോ നമ്മുടെ പ്രയത്നം. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണത അവിടത്തേക്ക് മാത്രമുള്ളത്. കൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും സുഹൃതങ്ങളുടെയും പൂർണ്ണതയും വെളുനിലവുമാണ് അവിടുന്ന്. ആധ്യാത്മിക അനുഗ്രഹങ്ങളാൽ നാം സമ്പന്നരാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. അവിടുന്ന് ഒരുവനാണ് നമ്മെ പഠിപ്പിക്കേണ്ട ദിവ്യഗുരു. നാം ആശ്രയിക്കേണ്ട ഒരേ ഒരു നാഥൻ നമ്മുടെ ശിരസ്സാണ് അവിടുന്ന്. നാം അനുകരിക്കേണ്ട ഏക മാതൃകയും നമ്മെ സുഖപ്പെടുത്തേണ്ട ഏക പിഷഗ്വരനും തീറ്റിപ്പോറ്റേണ്ട ഏക ഇടയനും നമ്മെ നയിക്കേണ്ട ഏക വഴിയും നാം വിശ്വസിക്കേണ്ട ഏക സത്യവും നമ്മെ ഉത്തേജിപ്പിക്കേണ്ട ഏക ജീവനും ക്രിസ്തുവാണ്. നമ്മെ തൃപ്തരാക്കാൻ എല്ലാറ്റിലും എല്ലാമായി അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ആകാശത്തിന് കീഴ് മനുഷ്യരുടെയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിനെ അല്ലാതെ നമ്മുടെ രക്ഷയ്ക്ക് പുണ്യപൂർണ്ണതയ്ക്കും മഹത്വത്തിനും അടിസ്ഥാന കല്ലായി മറ്റാരെയും ദൈവം നമുക്ക് തന്നിട്ടില്ല. ആ ഉറപ്പേറിയ കല്ലിൽ കെട്ടിപ്പടുക്കാത്ത സകല സൗധങ്ങളും അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ നിലംപതിക്കുക തന്നെ ചെയ്യും. കാരണം ഇളകുന്ന പുഴിയിലാണ് അവയുടെ അടിത്തറ കെട്ടപ്പെട്ടിരിക്കുന്നത്. അവിടത്തോട് ചേർന്ന് നിൽക്കാത്ത സകല വിശ്വാസികളും തായ്തണ്ടിൽ നിന്ന് വേർപെട്ട ശിഖരം പോലെ വാടിത്തളർന്നു പോകും, ഉണങ്ങി നിലംപതിക്കും. അഗ്നിയാൽ ദഹിപ്പിക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അവിടുത്തെ സഹായമില്ലെങ്കിൽ തെറ്റുകളും അസത്യവും അലച്ചിലും ദൂഷണവും വഷളത്വവും വ്യർത്ഥതയും പരാജയവും മരണവും നിത്യനാശവുമേ ശേഷിക്കൂ. ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമല്ലെങ്കിൽ നിത്യനാശം നാം ഒരിക്കലും ഭയപ്പെടേണ്ട. ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമെങ്കിൽ നിത്യനാശം നാം ഒരിക്കലും ഭയപ്പെടേണ്ട. മനുഷ്യർക്കോ പിശാചനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ അവർ അപര്യാപ്തരാണ്. ക്രിസ്തു വഴിയും ക്രിസ്തുവിനോട് കൂടെയും ക്രിസ്തുവിലും എന്തും ചെയ്യാൻ നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ പിതാവിന് സകല പുകഴ്ചയും മഹത്വവും സമർപ്പിക്കാനും പുണ്യപൂർണ്ണത പ്രാപിക്കാനും സഹോദരർക്ക് നിത്യജീവൻ്റെ പരിമളമായി മാറാനും നാം ശക്തരാകും. ബൈബിൾ വായന. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ.
ഹെബ്രായരിൽ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 10 വരെ വാക്യങ്ങൾ. പ്രാർത്ഥന. ദൈവമേ, എൻ്റെ ജ്ഞാനസ്നാനാവസരത്തിൽ എനിക്ക് വേണ്ടി മാതാപിതാക്കളും ജ്ഞാനസ്നാനപിതാക്കളും ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം, യേശു ദൈവമാണെന്ന വിശ്വാസത്യം ഞാനിപ്പോൾ ബോധപൂർവം സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവാണ് സർവ്വ മനുഷ്യരുടെയും രക്ഷിതാവ് എന്ന തിരുസഭയുടെ ഏറ്റുപറച്ചിലിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. പിതാവിൻ്റെ നിത്യവചനവും അവിടുത്തെ പ്രതിച്ഛായയുമായവൻ മനുഷ്യനായി അവതരിച്ചുവെന്നും അവിടുത്തെ ദൈവപ്രകൃതിക്ക് ഭംഗം വരാതെ അവിടുന്ന് മനുഷ്യപ്രകൃതി ആദാനം ചെയ്തുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഐക്യത്തിൽ യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുത്തെ മനുഷ്യപ്രകൃതിയിലുള്ളതെല്ലാം അത്ഭുതങ്ങൾ, പീഡാനുഭവം, മരണം മുതലായവയായ അവിടുത്തെ ദൈവിക പ്രകൃതിയിലാണ് ആരോപിക്കേണ്ടത്, അവിടുത്തെ ദൈവിക വ്യക്തിയിലാണ് ആരോപിക്കേണ്ടത് എന്ന സത്യവിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതം പൂർണ്ണമായി അങ്ങേക്ക് തന്ന് ഞാൻ ജീവിത സാഫല്യമടയട്ടെ. അങ്ങേ സർവാധികാരം എൻ്റെ മേൽ സ്ഥാപിക്കണമേ. കന്യകമറിയമേ, നീ നിന്റെ തിരുക്കുമാരൻ്റെ ദൗത്യത്തിന് വേണ്ടി നിൻ്റെ ജീവിതവും നിന്നെ തന്നെയും പൂർണ്ണമായി സമർപ്പിച്ചല്ലോ. എന്നെ കൂടി നീ അവിടുത്തേക്ക് സമർപ്പിക്കണമേ. ആമേൻ. സൽകൃത്യം. യേശു ദൈവമാണെന്നതിൻ്റെ അർത്ഥം മറ്റൊരു ക്രൈസ്തവ വിശ്വാസിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹം
സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്ര താരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. എന്തെന്നാൽ പരിശുദ്ധമായ അടിമത്തമെന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എന്നിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയെത്രേ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപം ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലായിടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കാനും മറിയം എനിക്ക് അത്യാവശ്യമെത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകൾ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നിത്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോടുകൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും
അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനുള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടണമേ. അതിനെ പരിപാലിച്ചു വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമാർന്ന വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശക്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്താൻ അവിടത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. യേശുനാമ ലുത്തീനിയ. കർത്താവെ കരുണ തോന്നണമേ. കർത്താവെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ലോകരക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പിതാവിന്റെ തേജസ്സായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യപ്രകാശത്തിന്റെ തെളിമയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നീതിസൂര്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകാമറിയത്തിന്റെ പ്രിയസൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ആരാധ്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശക്തനായ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സതുപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ക്ഷമയുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവദാതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ആത്മാക്കളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ അഭയകേന്ദ്രമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാവങ്ങളുടെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വിശ്വാസികളുടെ നിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നല്ലിടയനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. യഥാർത്ഥ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അനന്ത നന്മയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവനും മാർഗവുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സുവിശേഷകന്മാരുടെ അധ്യാപകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. രക്തസാക്ഷികളുടെ ധൈര്യമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വേദപാരംഗതരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകളുടെ ശുദ്ധയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സകല വിശുദ്ധരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഓ കരുണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഓ ഈശോയെ, കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല തിന്മകളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. സകല പാപങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ക്രോധത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ജഡമോഹങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. നിത്യമരണത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പ്രചോദനങ്ങളെ നിരാകരിക്കുന്നതിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ജനനത്തിലൂടെ ഈശോയെ
ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശൈശവത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൈവിക ജീവിതത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ വേദനകളിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പീഡാസഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ കുരിശിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സംസ്കാരത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യ സ്ഥാപനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സകല ആനന്ദത്തിലൂടെയും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ തോന്നി ഞങ്ങളുടെ അർത്ഥനകൾ സ്വീകരിക്കണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത ഈശോയെ, ചോദിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹമെന്ന ദാനം നൽകിയാലും അങ്ങനെ സകല പ്രവൃത്തികളിലും വാക്കുകളിലും ഒരിക്കലും അവസാനിക്കാതെ നിത്യതയോളം പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമത്തോടുള്ള നിത്യമായ സ്നേഹവും ഭയവും ഞങ്ങൾക്ക് നൽകിയാലും അങ്ങയുടെ സ്നേഹവും നിലനിൽക്കുന്നതുവരെ നയിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒരിക്കലും അവിടുന്ന് വീഴ്ച വരുത്തുന്നില്ല. നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ നാമത്തിൽ ആമേൻ.